പത്തരമാറ്റിലാണെങ്കിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അനിയെ ഉമ്മ വെച്ച് നന്ദു. അങ്ങനെ ഇന്നത്തെ കഥയിലാണെങ്കിൽ നന്ദു വളരെയധികം സങ്കടത്തിലാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് തൻ്റെ പ്രാണനായ അനി വീണ്ടും തനിക്ക് നഷ്ടപ്പെടാനായിട്ട് പോകുന്നു. ഒരു തവണ നഷ്ടപ്പെട്ടു, വീണ്ടും തിരിച്ചു കിട്ടി, ഇതാ വീണ്ടും നഷ്ടപ്പെടുന്നു. അതിൻ്റെ ദുഃഖത്തിലാണ്, സങ്കടത്തിലാണ്, ഓർമ്മയിലാണ് നമ്മുടെ നന്ദു എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം മോളെ പ്രതീക്ഷിക്കുന്നതൊന്നും കിട്ടണമെന്നില്ല, വിധിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗോവിന്ദൻ നന്ദുവിനെ ആശ്വസിപ്പിക്കാനായിട്ട്, സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് സമാധാനിപ്പിക്കേണ്ട, ആശ്വാസവാക്കുകൾ കേൾക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സ് ശരി തന്നെയാണ്, വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറയുന്നു. മോളെ, നിന്നെ ഈ അച്ഛൻ അറിയില്ലേ? നിനക്ക് അനിയെ ഇഷ്ടമാണെന്നും ഈ അച്ഛൻ അറിയാം എന്ന് പറയുകയാണ്. പക്ഷേ പ്രതീക്ഷിക്കാത്തത്, അർഹിക്കാത്തത് നമ്മൾ മോഹിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴേക്കും കനക അവിടേക്ക് കടന്നു വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗോവിന്ദനാണെങ്കിൽ നന്ദുവിനോട് പറയുന്ന കാര്യം നിർത്തുന്നത് കാണാം. അപ്പോഴേക്കും കനക സാരിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. നീ വാങ്ങി തന്നതാണ്, ഇത് എങ്ങനെയുണ്ട്, ഉടുത്തിട്ട് നല്ല ഭംഗിയുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നു. ഇതേ സമയം നന്ദു പറയുന്നുണ്ട്, ഞാൻ വാങ്ങി തന്നത് കൊണ്ട് തന്നെ നല്ലതാണെന്ന് ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയുന്നു. കൂടാതെ തന്നെയാണെങ്കിൽ നമ്മുടെ ഗോവിന്ദനും പറയുന്നുണ്ട്, ഈ ഷർട്ടും മുണ്ടും മോള് വാങ്ങി തന്നതാട്ടോ എന്ന് ഗോവിന്ദനും പറയുമ്പോൾ അതും നന്ദു കേൾക്കുന്നുണ്ട്. ഒടുവിൽ കനക പറയുന്നുണ്ട്, ഈ തവണ അങ്ങനെ പോട്ടെ, അടുത്ത തവണ നമുക്ക് നേരത്തെ പോകാം, എല്ലാവർക്കും പോകാമെന്ന് പറയുന്നു. അപ്പോഴാണെങ്കിൽ ഇപ്പോൾ എന്നെ ഇവിടെ മാറ്റി നിർത്തിയില്ലേ, ഇനി ഞാൻ വിവാഹത്തിനും വന്നില്ല, എന്നിനും വന്നില്ല, ഞാൻ മാറി തന്നെ നിന്നോളാം, അത് തന്നെയാണ് എല്ലാവർക്കും സന്തോഷം എന്ന് പറയുന്നു. ഇതേ സമയം കനകയാണെങ്കിൽ പറയുന്നുണ്ട്, മോളെ ഈ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ പോകാം, അതുകൊണ്ട് വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം കനകയും ഗോവിന്ദനും പോയിട്ട് വരാം, ഭക്ഷണമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിനക്ക് വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചോളൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഗോവിന്ദനാണെങ്കിൽ വന്ന് ചോദിക്കുന്നുണ്ട്, കനകെ അവളെ വിഷമത്തിലാണെന്ന് തോന്നുന്നേ എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും ഗോവിന്ദേട്ടാ, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവർ പടിയിറങ്ങി പോകുമ്പോൾ വാതിലടച്ച് പൊട്ടിക്കരയുന്ന നന്ദുവിനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. നന്ദുവാണെങ്കിൽ പൊട്ടിക്കരയുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. തൻ്റെ പ്രാണനായ അനി നഷ്ടപ്പെടുന്നതിൻ്റെ വേദന നന്ദു അനുഭവിക്കുന്നുണ്ട് ഈ തവണ എന്ന് കാണാൻ കഴിയും. കഴിഞ്ഞ തവണയേക്കാൾ കൂടുതൽ ഈ തവണ നമ്മുടെ നന്ദു വേദനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനിയെ കാണിക്കുന്നുണ്ട്. അനിയാണെങ്കിൽ ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ, തനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് നിങ്ങളോട് പലതവണ പറഞ്ഞതല്ലേ, എല്ലാവരോടുമായിട്ടും ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ എന്താ കേൾക്കാത്തത്, മനസ്സിലാക്കാത്തത്, അംഗീകരിക്കാത്തത്? എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല, ആദ്യ വിവാഹവും ഇഷ്ടമല്ല, രണ്ടാമത്തെ വിവാഹവും ഇഷ്ടമല്ല, എന്തിനാണ് എന്നെ വീണ്ടും ഈ ചതിയിലേക്ക് പിടിച്ചിടുന്നത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, എടാ, ഈ വിവാഹം നടക്കുന്നത് മുത്തശ്ശനെ കാണണമെന്നുണ്ട്, മുത്തശ്ശൻ അവന്തികയ്ക്ക് വാക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടന്നേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവളോട് പറഞ്ഞതാണ് എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന്. പക്ഷേ അവൾ തന്ത്രപൂർവം മറ്റുള്ളവരെയും മുത്തശ്ശനെയും സ്വാധീനിച്ചുകൊണ്ട് തന്നെ കരുക്കൾ നീക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് എന്ന് അനി പറയുകയാണ്. അതുകൊണ്ട് അവളുടെ ഉദ്ദേശശുദ്ധിയിൽ എനിക്ക് സംശയമുണ്ടെന്ന് അനി തുറന്നു പറയുകയാണ്. ഇതേ സമയം അതൊക്കെ നിനക്ക് തോന്നുന്നതാ, നീയും നന്ദു അവന്തിക മോളും തമ്മിൽ നല്ല ചേർച്ചയുണ്ട്, അവൾക്ക് ഈ വീട്ടിൽ നിന്നും പോകാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് നാവ് എടുക്കുകയല്ല നമ്മുടെ നവീൻ അവിടേക്ക് വന്നത്. ആ പറഞ്ഞത് ആദർശേട്ടൻ 100% ശരിയാ, അവന്തികയെയും അനിയെയും കാണാൻ നല്ല ചേർച്ചയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം അഭി ചോദിക്കുന്നുണ്ട്, അല്ല നവീനൊരു വിവാഹമൊക്കെ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ
അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ട്, സമയവും സന്ദർഭമൊക്കെ നോക്കി പറയാമെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അനിയുടെ മുഖം മാറുന്നത് നവീൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ദേവയാനിയാണെങ്കിൽ പറയുകയാണ്, അനിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ല, നമ്മൾക്ക് വേണ്ടിയാണ്, നമ്മളെ കരുതിയാണ് അവൻ ഇതിനു വേണ്ടി തയ്യാറായി നിൽക്കുന്നത്, നമ്മൾ വേദനിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം, അല്ലാതെ അവൻ ഈ വിവാഹത്തിനോട് യാതൊരു താല്പര്യവുമില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ശൈലജയുടെ മുഖം മാറുന്നുണ്ട്. ഇങ്ങനെയിരിക്കെ നവ്യ ഇവിടെ എങ്ങനെ തൻ്റെ സഹോദരിയുടെ കാമുകനെ അവൾക്ക് നേടിക്കൊടുക്കാമെന്ന് ചിന്തിക്കുന്നത് കാണാൻ കഴിയും. ഇതേ സമയം നവ്യ ആലോചനയിലാണ്, തിരക്കിട്ട ആലോചനയിലാണ് എന്ന് കാണാൻ സാധിക്കും. വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് ഒരു വഴിയുമില്ലല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്ന നവ്യയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ നവ്യണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കനക കാണുന്നുണ്ട്. കനക കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മുടെ നവ്യയെ. ഇതിനിടയിൽ നവ്യ കനകയോടും, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല, നിങ്ങൾ നിങ്ങളുടെ ഒക്കെ കാര്യം നോക്കി പാട് നോക്കി പോകാനായിട്ട് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അട്ടിമാറ്റി നിർത്തുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ നമ്മുടെ വിവാഹ നിശ്ചയ സമയമായിരിക്കുകയാണ്. ഏതാണ്ട് വിവാഹ നിശ്ചയ സമയത്ത് തന്നെ അവിടേക്ക് വേണു കടന്നു വരുന്നു. വേണുവിൻ്റെ കൂടെ നമ്മുടെ അനിയുടെ മുൻ ഭാര്യയായ അനാമികയുമുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി വിവാഹ നിശ്ചയം മുടക്കുകയാണ് പ്രേക്ഷകരെ. പക്ഷെ മുത്തശ്ശൻ അതിനനുവദിക്കുന്നില്ല. മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങൾ യാതൊരു തട്ടിപ്പോ യാതൊരു ഇതോ നടക്കാനായിട്ട് പോകുന്നില്ല. എടാ വേണു, നിന്റെ മകളെയും വിളിച്ചുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പോടാ എന്ന് പറയുന്നത് കാണാം. അപ്പോഴാണെങ്കിൽ നമ്മുടെ വേണു പറയുന്നുണ്ട്, ഇല്ല, ഞാൻ പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്, SI നന്ദന വന്ന് ഈ വിവാഹ നിശ്ചയം മുടക്കും എന്ന് പറയുകയല്ല. നന്ദു അവിടേക്ക് കടന്നു ചെല്ലുന്നു. ഇതെൻ്റെ ഡ്യൂട്ടിയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ കടമയാണ്, എനിക്കിങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം മുടക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്ന് പറയുന്നു. അനി, നിങ്ങൾ എൻ്റെ കൂടെ വരണം എന്ന് പറയുന്നു. ഇതേ സമയം അനി വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നന്ദു അനിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നൊരു കാഴ്ച നമ്മൾ പ്രേക്ഷകർക്ക് കാണാനായിട്ട് കഴിയുന്നു, സാധിക്കുന്നു. ഇതേ സമയം അവന്തികയും അനന്തപുരിയിലുള്ളവരും ഞെട്ടിപ്പോകുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.